അത് കാരണം വലിയ ഹിറ്റുകളൊക്കെ കുറവാണ്, വളരെ കുറവാണ്. റിയാലിറ്റി സിനിമയാകുമ്പോൾ എത്ര പേരുണ്ട് വീട്ടിൽ പാടിക്കൊണ്ട് നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. ദൈവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്നുള്ള പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേർ എന്നെ കാണാൻ വരുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കുന്നു. എന്ത് കിട്ടിയാലും എവിടുന്ന് കിട്ടിയാലും ആ പൈസ മുഴുവൻ എൻ്റെ കൈ കൊണ്ട് തരുമായിരുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മുൻപേ പറന്ന പക്ഷി എന്ന് പറയാവുന്ന ഒരാളാണ്. അന്നുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളല്ല എടുത്തത്. അത് കാരണം വലിയ ഹിറ്റുകളൊക്കെ കുറവാണ്, വളരെ കുറവാണ്. ഈ 18 പടത്തിൽ ഒരു 3-4 പടം ശരിക്ക് ഓടി എന്ന് പറയാവുള്ളൂ. ചീത്ത കേട്ട പടം എന്ന് പറയാവുന്നത് സീസണാണ്. പലർക്കും അന്ന് കാലത്ത് ആ പടം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇന്ന് വർഷങ്ങൾ 35 വർഷം, അദ്ദേഹം പോയിട്ട് 34 വർഷം ആയി. അത് കഴിഞ്ഞ് വരുമ്പോൾ അതിൽ പറഞ്ഞ പല സംഗതികളും ശരിക്കും നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അന്ന് ആ പടം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇന്നിപ്പോൾ പലരും അത് സിനിമയാക്കിയാൽ കൊള്ളാം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒന്നും ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് ആരാണ് എന്താണ് എന്നൊന്നും പറയുന്നില്ല. പടത്തിൽ ആവശ്യമുള്ളതിൽ എല്ലാവരും പാടിക്കൊണ്ടിരിക്കും. സാധാരണ റിയലായിട്ടൊരു പടം എടുക്കുമ്പോൾ റിയാലിറ്റി സിനിമയാകുമ്പോൾ എത്ര പേരുണ്ട് വീട്ടിൽ പാടിക്കൊണ്ട് നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. അദ്ദേഹം ചോദിക്കും, റിയലായിട്ട് ഒരു ലൈഫിൽ എപ്പോഴും ഏതെങ്കിലും ഒരു 10-20 വീട് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1-2 പേര് കാണും പാടുന്നത്. അവരും എല്ലാ സമയത്തും പാടിക്കൊണ്ടിരിക്കുകയൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ പാട്ട് വാസ്തവ സിനിമയ്ക്ക് ആവശ്യമില്ല. എങ്കിലും ആളുകൾക്ക് പാട്ടുള്ളതാണ് ഇഷ്ടം, പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ പാട്ടിൽ വേറൊരു തമാശയുള്ളത്, ഈ പല വേഷത്തിൽ വരുമല്ലോ സ്ത്രീകൾക്കൊക്കെ. നല്ല വേറെ സ്ത്രീകൾ ഇപ്പോൾ ശോഭനെ പോലുള്ള പെൺകുട്ടികളൊക്കെ നല്ല വേഷത്തിൽ വന്ന് നല്ല നല്ല ഡ്രസ്സും നല്ല ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് കാണാൻ താല്പര്യമാണ് എന്നൊക്കെ. ആ ഒരു ബേസിസിൽ പാട്ട് ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞാൽ അന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ്. പിന്നെ അത്യാവശ്യത്തിന് വേണ്ടത് കൊടുക്കാം എന്നുള്ള അങ്ങനെ കുറച്ച്. അദ്ദേഹത്തിൻ്റെ ഏതൊക്കെയോ പടങ്ങളിൽ പാട്ടേ ഇല്ലെന്നാണ് എൻ്റെ, അരപ്പട്ടയിലൊന്നും പാട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് വെച്ചാൽ വേണമെങ്കിൽ പറയാം, ദൈവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്നുള്ള പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. ആ സിനിമയിലെ പാട്ടുകളെല്ലാം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ അത് വലിയ പ്രശ്നമായതാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ സീൻ വെട്ടിക്കളയണം, ലാഗാവുന്നു തിയേറ്ററിൽ എന്നൊക്കെ പറഞ്ഞ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ റിയാലിറ്റി ഷോസ് വരുമ്പോൾ ഒരുപാട് പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നുള്ള ഒരുപാട് പാട്ടുകൾ കുട്ടികൾ വീണ്ടും പാടുന്നു. ഈ വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ആ പാട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. കാലം ഒരുപാട് പോയി. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പോയിട്ട് 34 വർഷമായി. ഇത്ര കഴിഞ്ഞിട്ടും, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേർ എന്നെ കാണാൻ വരുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കുന്നു. അദ്ദേഹം ഇതിൽ കൂടുതൽ ഒരു ഭാര്യയ്ക്ക് എന്താണ് കിട്ടാനുള്ളത്? അദ്ദേഹം എനിക്ക് നേടിത്തന്നത് ഇതൊക്കെയാണ്. കുറേ പൈസ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അങ്ങനെയൊന്നും പൈസ ഉണ്ടാക്കിയിട്ടല്ല അദ്ദേഹം പോയത്. പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് അതിന് ഒരു കുറവും വന്നിട്ടില്ല. ആവശ്യത്തിനുള്ളത് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഒട്ടും 45-ാമത്തെ വയസ്സിൽ മരിക്കുന്ന ഒരു ആൾക്ക് എത്ര സമ്പാദിക്കാനൊക്കും എന്ന് ഇപ്പോഴത്തെ കാലമല്ല, പണ്ടത്തെ കാലത്ത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും ഒരിക്കലും ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരു പൈസ അദ്ദേഹം വെറുതെ കളഞ്ഞിട്ടില്ല. എന്ത് കിട്ടിയാലും എവിടുന്ന് കിട്ടിയാലും ആ പൈസ മുഴുവൻ എൻ്റെ കൈ കൊണ്ട് തരുമായിരുന്നു. ഞാനാണ് അതിനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം. പക്ഷേ അതും അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്തു. സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടു.
അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ബാങ്കിൽ വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സ്ഥലങ്ങൾ ഒരുപാട് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു സമയത്ത് എനിക്കത് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കി തന്നതാണത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിയാനുള്ള വക ഞങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. എഴുത്തച്ഛൻ്റെയും അതുപോലുള്ള വലിയ എഴുത്തുകാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ് പത്മരാജനെ എനിക്ക് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.